ഗ്രാറ്റുവിറ്റി PF തുടങ്ങിയ തൊഴിലാനുകൂല്യങ്ങൾ മാനേജ്മെന്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കൽപ്പറ്റ എസ്റ്റേൺ എസ്റ്റേറ്റിൽ തൊഴിലാളികളുടെ പ്രതിഷേധം നടക്കുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ഉരുൾപൊട്ടൽ പുനരധിവാസ നിർമ്മാണം നടക്കുന്നിടത്തേക്ക് തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തി. യൂണിയൻ എന്താ തൊഴിലാളികളടുത്ത് പറയുന്നത്? അല്ല, തൊഴിലാളികളുടെ യൂണിയൻ എന്താ അന്ന് സംയുക്ത സമരസമിതിയും ലേബർ കമ്മീഷനും വെച്ച് ചർച്ചയിൽ പറഞ്ഞത് വരുന്നതാണ്. ഇപ്പം തൽക്കാലം വരുന്നതാണ് ഇവിടെ തറക്കല്ലിടട്ടെ, നിങ്ങളെ പൈസ ഫുള്ളായിട്ട് തൊഴിലാളികളുടെ എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾ മേടിച്ച് തന്നതിന് ശേഷം പണി തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഇതുമില്ല. ഇവർ ഇന്നലെ വന്ന് രാത്രി കളക്ടർ വന്നിട്ട് നോട്ടീസ് ഒട്ടിച്ച് ഇന്ന് രാവിലെ തൊട്ട് വർക്ക് തുടങ്ങുക. അതായത് 40-38 കൊല്ലമായി പണിയെടുക്കുന്നത്, ഒരു ആനുകൂല്യം ഇതുവരെ കിട്ടിയിട്ടില്ല. PF 10 കൊല്ലം അടച്ചിട്ട് ആ പൈസ കിട്ടാണ്ട്, ഗ്രാറ്റുവിറ്റി കിട്ടാണ്ട്, ശമ്പളം 2023-24 പണിയെടുത്ത പൈസ ആയിട്ട് കിട്ടാണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് പെൻഷൻ കിട്ടേണ്ടതാണ്. PF അടച്ചാൽ പെൻഷൻ കിട്ടേണ്ടത്, അതുവരെ കിട്ടുന്നില്ല തൊഴിലാളികൾക്ക്. പിന്നെ 10 മാസം ശമ്പളം കിട്ടാണ്ട്, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്ന് ചർച്ച നടത്തിയതാണ് തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതുവരെ അങ്ങനത്തെ ഗവൺമെൻറ് ഭാഗത്തുനിന്നൊരു ഇത് വന്നിട്ടില്ല. ഈ ചെയ്യുന്ന വെച്ചാൽ ഒരു സുപ്രീം കോടതിയിൽ പോവുക, ഈ പൈസ പോലും എടുക്കില്ല, ഇട്ട പൈസ അവിടെ കിടക്കും. ഞങ്ങൾ എത്ര കാലം ഇത് കാത്തിരിക്കണം? തൊഴിൽ പ്രശ്നം പരിഹരിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. മാനേജ്മെന്റ് തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കണം. കേരളത്തിലെ ഗവൺമെന്റ് തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. കോടതിയിൽ പോലും അവർക്ക് പണം കിട്ടാനുണ്ട്, മാനേജ്മെന്റ് അത് കൊടുക്കണമെന്ന നിലപാട് തന്നെയാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇതുമായി നിർമ്മാണ പ്രവർത്തനം, സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്ത സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകും. പുനരധിവസിപ്പിക്കുന്നതിനുള്ള മാതൃകാ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ആ നിർമ്മാണത്തിനായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി ഇന്നലെ രാത്രിയിൽ തന്നെ സർക്കാർ ഏറ്റെടുത്തു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നിർമ്മാണ കരാർ നൽകിയിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാനോട്. സുർജിത്ത്, ഈ പുനരധിവാസ പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഭൂമി അതിന്റെ ലഭ്യത ഉറപ്പാക്കുകയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് ലഭിക്കുന്നതോടുകൂടി, അതിന്റെ ഭൂമി ലഭിക്കുന്നതോടുകൂടി. പക്ഷേ ഇവിടെ തൊഴിലാളികൾ വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു, അവർക്ക് കിട്ടാനുള്ള തുക ഇനിയും വലിയ കുടിശ്ശിക ബാക്കി നിൽക്കുന്നു. പലരും അവരുടെ സങ്കടം പറയുന്നത് കേട്ടു. എന്താണ് ഈ വിഷയത്തിൽ സർക്കാർ ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് ഈ വിഷയത്തിൽ പാർട്ടിയും സർക്കാരും ഒക്കെ ഇടപെടാൻ പോകുന്നത്? എൽസ്റ്റൺ എസ്റ്റേറ്റ് മാനേജ്മെന്റിനെതിരായിട്ടുള്ള തൊഴിലാളികളുടെ സമരത്തെ ഒത്തുതീർപ്പാക്കിക്കൊണ്ട് മാത്രമേ സർക്കാരിന് ഈ പുനരധിവാസ നീക്കങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഇതൊരു സങ്കീർണമായ വിഷയമാണ്. കഴിഞ്ഞ 13 വർഷമായി പോലും ഈ ഇവിടുത്തെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പരാതി. നിരവധി ചർച്ചകൾ നടന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലേബർ കമ്മീഷനടക്കം സാന്നിധ്യത്തിൽ ചർച്ചകൾ നടന്നതാണ്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തൊഴിലുടമകൾ, ഈ എസ്റ്റേറ്റ് ഉടമകൾ പണം നൽകാൻ വേണ്ടി, അതായത് ഇവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ PF ആയും ഗ്രാറ്റുവിറ്റിയായും മറ്റ് ആനുകൂല്യങ്ങളായും ഒന്നും തന്നെ നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ്. പല ഘട്ടങ്ങളിലും ശമ്പളം, വേതനം പോലും വൈകുന്ന നിലയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിനിടയിലാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടിയിലേക്ക് കടന്നത്. ആ ഒരു തുക സർക്കാർ കെട്ടിവെച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് മാനേജ്മെന്റിൽ നിന്ന് തങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ വാങ്ങി നൽകണം, അതിൽ സർക്കാർ ഇടപെടൽ വേണമെന്നുള്ള ആവശ്യമാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ലേബർ കമ്മീഷനുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയിരുന്നു. ഇപ്പോൾ കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട തുക സർക്കാർ കെട്ടിവെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഇവരുടെ വിഹിതം, അതായത് തൊഴിലാളികളുടെ വിഹിതം ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല, തീരുമാനമുണ്ടായിട്ടില്ല. അതാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് തൊഴിലാളികൾ എത്തിയത്. ഇന്ന് രാവിലെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയതാണ്. ഇന്നലെ രാത്രി തന്നെ വേഗത്തിൽ തന്നെ, അതായത് മറ്റൊരു വ്യവഹാര നടപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ജില്ലാ ഭരണകൂടം എത്തി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ നോട്ടീസ് പതിച്ചുകൊണ്ട് ഈ ഭൂമി ഏറ്റെടുക്കുന്ന നടപടി, 64 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ. ആ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് എത്തിയതാണ്. പക്ഷേ ഇതിനിടയിൽ ഇന്ന് രാവിലെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി. ഇപ്പോൾ സർവേ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട പ്ലോട്ടിന്റെ അന്തിമ രൂപരേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായുള്ള സർവേ അടക്കമുള്ള നടപടികൾ സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്. ഇതിനിടയിലാണ് ഇങ്ങനെ ഇവിടെ JCB അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥലം കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. ഇതിനിടയിലാണ് തൊഴിലാളികളുടെ പ്രതിഷേധം ഉണ്ടായത്. സ്വാഭാവികമായും ഇവരെ രണ്ടു കൂട്ടരെയും, അതായത് പുനരധിവാസ നടപടികളിൽ ഇനി ഒരു ഇഞ്ച് പോലും വൈകാൻ കഴിയുകയില്ല. കാരണം വേഗത്തിൽ തന്നെ ദുരന്തബാധിതർക്ക് അർഹമായ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാനുള്ള നടപടിയിലേക്ക് കടക്കണം.
പക്ഷേ തൊഴിലാളികളുടെ കാര്യവും പരിഗണിക്കപ്പെടണം. കാരണം ശരി, അത് സുജിത്. രണ്ടും വേണ്ടത് തന്നെയാണ്. ഇതിനകത്ത് സർക്കാരിന്റെ ഇടപെടലാണ് തൊഴിലാളികൾ സംഘടനകൾ തേടുന്നത്. നാളിതുവരെയായി മാനേജ്മെന്റ് അനങ്ങാപ്പറ നയമാണ് സ്വീകരിച്ചത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ തുക ഹൈക്കോടതിയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. അത് ലഭ്യമാകുന്ന മുറയ്ക്ക് തന്നെ വേഗത്തിൽ തന്നെ ഇത് തൊഴിലാളികൾ കൂടി നൽകുന്ന നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് പൊതുവെ ഉയരുന്നത്. ഇക്കാര്യത്തിൽ മറ്റ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അതിൽ മറ്റൊരു മറുപടിയില്ല. അതായത് എല്ലാവർക്കും ഒരേ മറുപടി തന്നെയാണ്. ശരി സുഹൃത്ത്, ഏതായാലും എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് സാധിക്കുമ്പോൾ തന്നെ തൊഴിലാളികൾ എൽസ്റ്റൺ എസ്റ്റേറ്റ് മാനേജ്മെന്റിനെതിരെ സമരരംഗത്ത് നിൽക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് ഇതൊരു സങ്കീർണ്ണ പ്രശ്നമായി മാറുന്നുണ്ട്. സർക്കാർ കോടതിയിൽ കെട്ടിവെക്കുന്ന തുകയിൽ നിന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തുക മാറ്റിവെക്കണമെന്ന ആവശ്യം തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നു. പ്രശ്നം സങ്കീർണമാകുമ്പോൾ ആ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കണ്ടെത്തിയായിരിക്കും സർക്കാർ മുന്നോട്ട് പോവുക. സുർജിത് അയ്യപ്പത്താണ് വയനാട് നിന്നും വിവരങ്ങൾ നൽകിയത്.